അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും വില കുറവിൽ ഒരു വീട് ദുബായ് ഷാർജ ബോർഡറിൽ നമുക്ക് എങ്ങനെ വാങ്ങിക്കാം എന്നുള്ളതിനെ പറ്റി പറയുന്നതാണ്. സോ ഇപ്പൊ നിൽക്കുന്ന ഈ ലൊക്കേഷനിൽ നമുക്ക് ഏറ്റവും വില കുറഞ്ഞ 1.2 മില്യൺ ദിർഹംസ് ഒരു 3 വർഷം കൊണ്ട് നമുക്ക് അടയ്ക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വില്ല സ്വന്തമാക്കാം. ടൗൺ ഹൗസ് വേറെ ഒന്നുമല്ല, ഒരു 4 ബെഡ്റൂം പ്ലസ് ഒരു റൂം താഴെ വരുന്ന, അതായത് 4 ബെഡ്റൂം മുകളിൽ വരുന്ന ഒരു റൂം താഴെ വരുന്ന ഒരു വില്ല നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നമുക്ക് അകത്ത് വരും ഡീറ്റെയിൽ ആയിട്ട് കാണാം. സോ ഈ ഒരു റെക്ടാങ്കുലർ കണക്കത്തെ ഒരു പ്ലോട്ടിലാണ് ഈ ഒരു പ്രൊജക്ട് വരുന്നത്. ഇത് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കാണുന്നതാണ് നമ്മുടെ മലിഹ റോഡ്, തൊട്ടപ്പുറത്ത് കാണുന്നത് നമ്മുടെ എമിറേറ്റ്സ് റോഡ്. സോ ലൊക്കേഷൻ വെച്ചിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. തന്നെ തൊട്ടപ്പുറത്ത് നമുക്ക് ഷാർജ ഗ്രാൻഡ് മോസ്ക് വരുന്നുണ്ട്. സോ ലൊക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരുവിധ ഐഡിയ കിട്ടി കാണും. ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് പ്രൊജക്ട് എന്താണെന്ന് പറഞ്ഞുതരാം. സോ നമ്മളിത് ഈ കാണുന്ന റെക്ടാങ്കുലർ ഷേപ്പുള്ള പ്ലോട്ടിലാണ് ഈ പറയുന്ന പർട്ടിക്കുലർ പ്രോജക്റ്റ് വരുന്നത്. ഇത് 3 ഫേസ് ആയിട്ടാണ് വരുന്നത്. ഇതുവരെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ഓരോ ഫേസിനും അതിൻ്റെതായ കമ്മ്യൂണിറ്റി ഹാൾ ഉണ്ട്, ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെതായ അമ്യൂണിറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ ഈ എൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ഏരിയ മൊത്തം അമ്യൂണിറ്റീസ്, ജോഗിങ് ട്രാക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ടൗൺ ഹൗസസ് ഉണ്ട്, കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആണ്. വില്ലാസ് ഉണ്ട്, ടിൻ വില്ലാസ് ഉണ്ട്, 4 ബെഡ്റൂം ടിൻ വില്ലാസും അതേപോലെ തന്നെ നമുക്ക് സ്റ്റാൻഡ് അലോൺ വില്ലാസും ഉണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൊക്കേഷൻ തന്നെയാണ്. ഞാൻ വീണ്ടും പറയുന്നു, അങ്ങനെ വരുന്നത് അവിടെ നിന്നാണ് എമിറേറ്റ്സ് റോഡ് വരുന്നത്. ഇത് മലിഹ റോഡ്, തൊട്ടപ്പുറം നമുക്കൊരു ഇത്തിഹാദ് റെയിൽ പോകുന്നുണ്ട്. സോ കണക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ദുബായ് ഷാർജ ഈ ഒരു റോഡിനപ്പുറം ഷാർജയാണ്, ഇതിനിപ്പുറമാണ് ദുബായ് വരുന്നത്. സോ അങ്ങനെ ഒരു ലൊക്കേഷനാണ് ഈ പ്രൊജക്ട് കിട്ടുന്നത്. ഇനി ഇതിന്റെ ഡീറ്റെയിൽസും സ്പെക്സും അല്ലെങ്കിൽ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. സോ ഇതാണ് നിങ്ങളുടെ 4 ബെഡ്റൂം വില്ല എന്ന് പറയുന്നത്. ഒരു റൂം നിങ്ങളുടെ താഴെ കാണും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ലേഔട്ട് വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോർ. ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് നമുക്ക് 2 പാർക്കിംഗ് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ റൂം എടുത്തിട്ട് നിങ്ങൾക്ക് ഓഫീസായിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു റൂമായിട്ട് കൺവേർട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ മെയ്ഡ്സ് റൂമിന് പ്രത്യേക ഡോറുണ്ട്, അതേപോലെ തന്നെ കിച്ചണിൽ നിന്ന് ഡോറുണ്ട്. മെയ്ഡ്സിന് ബാത്തുണ്ട്, അതേപോലെ നമുക്കൊരു ക്ലോസർ കിച്ചൺ ഉണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് മെയ്ഡ്സ് റൂമിലോട്ട് പോകാൻ പറ്റും. ഇനി മെയിൻ എൻട്രൻസിൽ നിന്ന് കയറുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് റൂം, അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റെയർ, അത് കഴിഞ്ഞൊരു ലിഫ്റ്റിന്റെ പ്രൊഹിബിഷൻ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലിഫ്റ്റ് പിന്നീട് ഫ്യൂച്ചറിൽ കൺസ്ട്രക്ട് ചെയ്യാം. ഒരു സ്റ്റോർ, പിന്നെ വലിയൊരു ലിവിംഗ് പ്ലസ് ഡൈനിങ് ഏരിയ, നമ്മുടെ ബാക്ക് യാർഡ് പ്ലസ് നിങ്ങൾക്കൊരു പൂൾ വരുന്നുണ്ട്. ഇനി പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോർ. ഓക്കെ, ഇത് G+1 ആണ് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് സ്റ്റെപ്പ് കയറി വരുമ്പോൾ നമുക്ക് ആദ്യമുള്ളത് ലിഫ്റ്റിന്റെ പ്രൊവിഷൻ ആണ്. പിന്നെ നമുക്കൊരു ഫാമിലി ലോഞ്ച് ഏരിയ, അവിടെ തന്നെ നമുക്കൊരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്, മാസ്റ്റർ ബെഡ്റൂം ഉണ്ട്. ഇതിന്റെ സൈസ് നോക്കണം, 5.2 into 3.7, അത്യാവശ്യം നല്ല സൈസാണ് ഈ പറയുന്ന 1 ബെഡ്റൂംസ് എല്ലാം വരുന്നത്. പിന്നെ പോകണമെങ്കിൽ നമ്മുടെ സെക്കൻഡ് റൂം, സെക്കൻഡ് അല്ല ഫസ്റ്റ്, ഇത് സെക്കൻഡ്, തേർഡ് റൂം വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം, 4th റൂം വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം, 5th റൂം വിത്ത് അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ്. സോ മാസ്റ്റർ ബെഡ്റൂമിന്റെ സൈസ് നോക്കി നിങ്ങൾ നോക്കി 6.0 into 4.5, 5.4 into 5.4, അത്രയ്ക്ക് വലിയ സൈസാണ് ഈ പറയുന്ന ബെഡ്റൂംസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ടിൻ വില്ലയുടെ പേയ്മെന്റ് പ്ലാൻ ആണ്. ഇവിടെ നിങ്ങൾ അടയ്ക്കേണ്ടത്, നിങ്ങൾക്ക് 30% നിങ്ങൾ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ അടയ്ക്കുക, ബാക്കി 70 ഓൺ ഹാൻഡ് ഓവർ അടയ്ക്കുക. അതിൽ നിങ്ങൾ 30 അടയ്ക്കേണ്ടത് 5% ഡൗൺ പേയ്മെന്റ്, പിന്നെ ഓരോ 6 മാസം കഴിയുമ്പോൾ നിങ്ങൾ 5% വെച്ച് അടച്ചാൽ മതി. അത് 2 ലക്ഷം ദിർഹംസ് വെച്ച് അടച്ചാൽ മതി. ബാക്കി ഹാൻഡ് ഓവർ നിങ്ങൾക്ക് മോർഗേജ് എടുക്കാൻ പറ്റും. ഇതിന്റെ സൈസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 3400 പ്ലോട്ട് ഏരിയയിൽ 4150 ബിൽഡപ്പ് ഏരിയ വരുന്നത്. അത്രയ്ക്ക് മാസീവ് ആയിട്ടുള്ള വില്ലയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അതും ഈ പറയുന്ന 1.2 മില്യൺ ദിർഹംസ് നിങ്ങൾ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ അടച്ചാൽ മതി. ബാക്കിയുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഓൺ ഹാൻഡ് ഓവർ മോർഗേജ് ചെയ്യാൻ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഞാൻ നിങ്ങൾക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പം റെഡി ആയിട്ടുള്ള വില്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. സോ ആ ഒരു സെയിം കമ്മ്യൂണിറ്റിക്കകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഷോ വില്ലയും കാര്യങ്ങളൊക്കെ റെഡിയാണ്. എക്സാക്ട്ലി നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ലേ ഔട്ട് കാണുന്നത് അതേപോലെയാണ് നമുക്ക് ആ ഷോ വില കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് കാണിക്കാൻ പറ്റത്തുള്ളൂ. സോ ആസ് ഓഫ് നൗ നമുക്ക് കുറച്ച് വില്ലാസും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അവർ സ്റ്റിൽ പണി നടക്കുന്നുണ്ട്. സോ ആ ഒരു ഫേസ് 3 ഒക്കെ ഡെവലപ്പ് ആകുന്നുണ്ട്. ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉള്ള ഒരു ഏരിയ ആണിത്. നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂലായിക്കോട്ടെ അല്ലെങ്കിൽ താമസിക്കാനായിക്കോട്ടെ 4750 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ടിൻ വില്ലയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അപ്പോൾ ഈ ഒരു വില്ലയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എന്താണ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കി തരും. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി. ഓക്കെ.